തൊടുപുഴ തൊമ്മൻകുത്തിൽ കുരിശ് സ്ഥാപിച്ചത് വനഭൂമിയിലാണെന്ന വനംവകുപ്പിന്റെ വാദം അടിസ്ഥാനരഹിതമെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ്. വനം ഉദ്യോഗസ്ഥരും കപട പരിസ്ഥിതിവാദികളും സർക്കാരിന്റെ സൽപ്പേരെ കളങ്കപ്പെടുത്താനുള്ള നീക്കം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വനംവകുപ്പ് കുരിശ് പൊളിച്ച പ്രദേശം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു സി.വി. വർഗീസ്. 40 വർഷത്തിലേറെ പഴക്കമുള്ള തെങ്ങ് പിഴുതുമാറ്റിയ ശേഷം അവിടെയാണ് കുരിശ് സ്ഥാപിച്ചത്. അത്രയും കാലം ഈ ഭൂമി കൃഷിക്കാരന്റെ കൈവശമിരുന്നു എന്നതിന് അടിസ്ഥാനപരമായ തെളിവ് ഇവിടെയുള്ള കൃഷിദേഹണ്ഡങ്ങളാണ്. 1991 പട്ടയം കിട്ടണമെന്നാവശ്യപ്പെട്ട് അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന കെ.എം. മാണിക്ക് പ്രദേശവാസികൾ കൂട്ട ഹർജി നൽകിയിരുന്നു. പട്ടയ നടപടികൾക്കായി സംയുക്ത പരിശോധന അടിയന്തരമായി നടത്തണമെന്ന് അതേ വർഷം തന്നെ കെ.എം. മാണി ഉത്തരവുമിട്ടതാണ്. അതിൻ്റെ രേഖകൾ പ്രദേശവാസികളുടെ കൈവശമുണ്ട്. അതായത് 1/4 നൂറ്റാണ്ടിലേറെയായി പട്ടയ നടപടിയിലേക്ക് നീങ്ങിയ പ്രദേശമാണിത്. LDF സർക്കാർ വനഭൂമിയായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ സംയുക്ത പരിശോധന നടത്തി പട്ടയം നൽകണമെന്ന് തീരുമാനമെടുത്തു. അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വളരെ ബോധപൂർവമായി ഇവിടെ ഇപ്പോൾ അടുത്തുള്ള ആനയാടി ടൂറിസ്റ്റ് കേന്ദ്രം ഈ പ്രദേശത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ശരാശരി 500ഓളം വരുന്ന ആളുകളാണ് അവിടെ വന്നു പോകുന്നത് പറഞ്ഞിട്ടുള്ളത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് പല ടൂറിസം കേന്ദ്രങ്ങളും തങ്ങളുടെ കൈവശപ്പെടുത്താൻ വേണ്ടി വളരെ ബോധപൂർവമായ വനംവകുപ്പ് ഇടുക്കി ജില്ലയിൽ ഒരു കയ്യേറ്റത്തിൻ്റെ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ ഭാഗമാണിത്. വില്ലേജ് ഓഫീസർ ഏതാണ്ട് 4000ഓളം വരുന്ന ഏക്കർ ഇവിടെ കയ്യേറ്റമുണ്ട്, വനഭൂമിയാണ് എന്ന് റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതിനർത്ഥം ഏകദേശം അതിൽ കൂടുതൽ 4000-5000 ഏക്കറിൽ കൂടുതൽ ഭൂമി വണ്ണപ്പുറം പഞ്ചായത്ത് കാണുള്ളൂ. എന്ന് പറഞ്ഞാൽ വണ്ണപ്പുറം പഞ്ചായത്ത് പൂർണ്ണമായും വനഭൂമിയാണ് എന്ന രൂപത്തിലേക്ക് വരുത്തി തീർക്കും. ഭൂമിയെ സംബന്ധിച്ച് ആധികാരികമായ റിപ്പോർട്ട് ചോദിക്കേണ്ടത് കളക്ടറാണ്. കളക്ടർ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് ചോദിച്ചതിന് പകരം ഒരു റേഞ്ച് ഓഫീസർ റിപ്പോർട്ട് ചോദിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും ചില ആളുകളും ഇവിടെ പിന്നിൽ കൂടിയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പരിസ്ഥിതിക്കാദികളാണ് ഇതിന് പിന്നിൽ. അതുകൊണ്ട് അത്തരം ഒരു നിലപാടാണ് ഇതിന് പിന്നിലുള്ളത്. ഇവിടുന്ന് ഒരാളുകളെ കുടിയിറക്കാനോ ഇവിടെ സമാധാന ജീവിതം തകർക്കാനോ വേണ്ടിയുള്ള ഒരു നിലപാടിനും അനുവദിക്കുന്ന പ്രശ്നമില്ല. റേഞ്ച് ഓഫീസർ ചോദിക്കുമ്പോൾ വനംവകുപ്പിന് അനുകൂലമായി റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യം വില്ലേജ് ഓഫീസർക്കില്ല. വില്ലേജ് ഓഫീസർ തെറ്റായ സമീപനമാണ് സ്വീകരിച്ചത്. ചില റവന്യൂ വനം ഉദ്യോഗസ്ഥരും കപട പരിസ്ഥിതിവാദികളും സർക്കാരിന്റെ സൽപ്പേരെ കളങ്കപ്പെടുത്താനുള്ള നീക്കം നടത്തുകയാണ്. വില്ലേജ് ഓഫീസറുടെ നടപടിക്കെതിരെ മെയ് 8 വണ്ണപ്പുറം വില്ലേജ് ഓഫീസിലേക്ക് LDF ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കും. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. വനം റവന്യൂ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ നിലപാടെടുക്കും. 28 മുഖ്യമന്ത്രി നെടുങ്കണ്ടത്തെത്തുമ്പോൾ പ്രദേശവാസികൾക്ക് നേരിട്ട് കാണാൻ സംവിധാനമൊരുക്കുമെന്നും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.